നല്ല രീതിയിൽ സങ്കടമൊക്കെ വരും. എന്നാലും വയലൻസ് മാക്സിമം അവർ ഒരുപാട് അടിച്ച് കയറ്റിയിട്ടുണ്ട് വയലൻസ് എന്ന് പറഞ്ഞാൽ. എല്ലാവരും ഹാപ്പി ക്രിസ്മസ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചപ്പാത്തിയാണ്. ഇന്നത്തെ ക്രിസ്മസിൻ്റെ സ്പെഷ്യലാണ് ചപ്പാത്തി. നിങ്ങളുടെ വീട്ടിലൊക്കെ എന്തൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ പരിപാടിയിൽ ഇങ്ങനെ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണ് പരത്തുന്ന ആൾ, അമ്മയാണ് ചുടുന്ന ആൾ. എൻ്റെ പരത്ത് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ റേറ്റ് ചെയ്യണം ഗൈസ്, റേറ്റ് ചെയ്യും. ചപ്പാത്തിയുടെ വട്ടം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ നോക്കണം. ഉപ്പ് ഉണ്ടാക്കും. ഗൈസ്, അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയ ചപ്പാത്തിയാണ്. ഇതിൻ്റെ വട്ടമൊക്കെ കണ്ട ഗൈസ്. ഞാൻ പ്രൊഫഷണലായിട്ടാണ് ഗൈസ് ഇതൊക്കെ ചെയ്യുന്നത്. കാരണം അപ്പോൾ ഗൈസ്, നമ്മുടെ ക്രിസ്മസിൻ്റെ ആദ്യത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പഴഞ്ചോറ്. ഇന്നലെ വൈകുന്നേരം അല്ല, ഇന്നലെ ഉച്ചക്കലത്തെ പഴഞ്ചോറ്, ഇന്നത്തെ ചോറ്, ഇന്നലെ രാത്രിയല്ലേ ചോറ്, ഇന്നലത്തെ ചോറ് ഗൈസ്. അപ്പോൾ നല്ല പഴഞ്ചോറും അതുപോലെ ഇന്നലത്തെ അയിലക്കറി, രണ്ട് മീനക്കറി, അയിലക്കറി ഇങ്ങനെ എടുത്തിട്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പഠിക്കണം. ഇങ്ങനെ പഠിച്ചിട്ട് വേറെ ലെവല്. ഇതിൻ്റെ അത്ര സുഖം വേറെ എന്ത് കഴിച്ചാലും വരത്തില്ല. ചപ്പാത്തി നമ്മൾ കുറച്ച് പഴഞ്ചോറ് കഴിക്കുന്നുള്ളൂ. കാരണം ചപ്പാത്തി കഴിക്കാനുണ്ട്. നമ്മുടെ മെയിൻ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പഴഞ്ചോറ് ഇഷ്ടമാണെന്ന് പറയാനുണ്ടല്ലോ. എല്ലാം മെയിൻ കോഴ്സിലോട്ട് കിടക്കാൻ പോവുകയാണ്. ആദ്യമേ ഈ ചപ്പാത്തി ഇങ്ങനെ എടുക്കുക. സാധാരണ ചപ്പാത്തി അല്ല ഇത്. ഇത് സാധാരണ ചപ്പാത്തി അല്ല, പിന്നെന്താ ക്രിസ്മസ് ചപ്പാത്തി എന്ന് പറയും. അറിയാം, ഇത് ക്രിസ്മസ് ചപ്പാത്തി ഇങ്ങനെ എടുത്ത് കറക്കകത്ത് ഇങ്ങനെ മുക്കിയിട്ട് ക്യാമറയിലോട്ടൊന്ന് കാണിക്കണം. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് അപ്പോൾ ക്രിസ്മസ് കേക്ക് വല്ല എനിക്ക് തന്നിടാൻ താല്പര്യമുള്ളവർക്ക് അഡ്രസ്സ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചപ്പാത്തി മൂടുന്നു കേട്ടോ. പൊളി മൂട്, വൈബ് മൂട്, ട്രിപ്പ് മൂടുന്ന ചപ്പാത്തി മൂട. ഏത് മൂട്? ചപ്പാത്തി മൂട്. ചെറിയ പ്ലാനിങ് ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. പ്ലാനിങ് എന്താണെന്ന് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പറയുക. എങ്ങനെയുണ്ട് ഗൈസ് കണ്ണാടി? ഞാൻ നിങ്ങൾക്ക് ഗിവ് അവേ ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. കണ്ണാടി ഏകദേശം 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ അടുത്ത് വരും. കാരണം ഇത്രയും കണ്ണാടിയാണ് നോക്കുന്നത്. ഡൈനിങ് ടേബിളിനൊക്കെ കണ്ണാടിയുണ്ട് ഗൈസ്. അങ്ങനെ ക്രിസ്മസ് ആയിട്ട് നല്ല ഏറ്റ പണി കിട്ടി. ക്രിസ്മസിൻ്റെ തന്നെ അച്ഛൻ തേങ്ങ ഇടാൻ ആളെ വിളിച്ചിട്ട് വന്നു. നമ്മൾ താങ്കൾ തേങ്ങ കിട്ടിയിട്ട് വെച്ചിരിക്കുന്നു. തേങ്ങയ്ക്കൊക്കെ സുഖമാണ്, നിങ്ങൾക്കൊക്കെ സുഖമാണ്, എനിക്ക് സുഖമാണ്, എനിക്ക് സുഖം തന്നെയാണ്. അങ്ങനെ ക്രിസ്മസ് ആയിട്ട് നല്ല ഏറ്റ പണി കിട്ടി. തേങ്ങ ഇട്ടിട്ട് വന്ന് തേങ്ങ ഇടാൻ പോയി ഈശ്വര നടുവൊടിഞ്ഞു ഗൈസ്. അപ്പം നമ്മൾ അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ കറിയും ചോറും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ ചിക്കൻ കറി, കളറൊക്കെ കണ്ടു, നല്ല ചുമന്ന് കിടക്കുന്ന ചിക്കൻ കറിയും ചോറും ഗൈസ്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ആയിട്ട് മാർക്ക് കാണാൻ പോവുകയാണ്. എങ്ങനെ ഉണ്ടെന്നൊക്കെ വന്നിട്ട് പറയാം. ഞങ്ങൾ 4 പേരും ഉണ്ട്. നമ്മളിപ്പോൾ മാർക്ക് കണ്ടിട്ട് വന്നിട്ട് നമ്മൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ മാർക്ക് കണ്ടിട്ട് വരാം. നമ്മൾ വീട്ടിലൊരു കോൾ വന്നു, റാൻസം കോൾ. ഗൈസ്, അങ്ങനെ മാർക്ക് കണ്ടു. ഇപ്പോൾ വന്ന് കയറിയതുള്ള അടിപൊളി സിനിമ. തീർച്ചയായിട്ടും നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം. നമുക്കത് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ സങ്കടമൊക്കെ വരും. എന്നാലും വയലൻസ് മാക്സിമം ഒരുപാട് അടിച്ച് കയറ്റിയിട്ടുണ്ട് വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ തിയേറ്ററിൽ പോയി തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പം കിട്ടിയ സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടു. 3 അടിപൊളി സീനാണ്. അതുപോലെ ഇന്ന് മറ്റൊരു വീഡിയോ ഇനി നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് ടയേർഡാണ്, നോക്കാൻ പോകാം. അപ്പം ഹാപ്പി ക്രിസ്മസ്. മറ്റൊരു വീഡിയോ ഇനിയും വരുന്നെങ്കിൽ എല്ലാവർക്കും ബൈ ബൈ.